യുദ്ധം തുടങ്ങി കുടുങ്ങി. ഇപ്പോൾ ഇറാനിൽ നിന്ന് അമേരിക്ക പിന്തിരിയുകയാണ്. ഇത്രയും ഒരു യുദ്ധം നടന്നിട്ട് ഈ നിമിഷം വരെയും അമേരിക്കയ്ക്ക് നഷ്ടക്കച്ചവടം മാത്രമാണ് യുദ്ധത്തിൽ നിന്നുണ്ടായത്. അവസാനം ഇപ്പോൾ പിന്തിരിയുന്നു എന്നുള്ള വാർത്ത വരുന്നു. ഇത് സത്യത്തിൽ എന്താണ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു പ്രശ്നം? രേഷ്മ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് അമേരിക്കയുടെ പ്രശ്നം? അമേരിക്കയുടെ പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തുടങ്ങി കുടുങ്ങി എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, CNN ഒരു 15 മണിക്കൂർ മുമ്പ് CNN എന്ന അന്താരാഷ്ട്ര മാധ്യമം അവർ പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയിൽ പറയുന്നത് ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് പിന്തിരിയണം. അതായത് പിന്തിരിഞ്ഞില്ലെങ്കിൽ അപകടമാകും എന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. അമേരിക്ക അങ്ങനെ തന്നെ വിലയിരുത്തുന്നു. ട്രംപ് ആണെങ്കിൽ പോലും എന്തു ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ അമേരിക്കയുടെ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നാണ് ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന ഉപദേഷ്ടാക്കളോട് എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്നൊന്ന് പിന്മാറിയാൽ മതി, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും, ഒരു ഘട്ടത്തിലും നമുക്ക് വിജയിക്കാനുള്ള സാധ്യതകളില്ല, ട്രംപ് പറയുന്നത് കേട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കാര്യം ഏതാണ്ട് തീരുമാനമാകും എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. CNN എന്ന് പറയുന്നത് ഒരു പ്രാദേശിക മാധ്യമമോ അല്ലെങ്കിൽ വിശ്വാസ്യതയില്ലാത്തൊരു മാധ്യമമോ അല്ല. ഈ യുദ്ധവിഷയത്തിലടക്കം കൃത്യമായി നിലപാടുകൾ എടുക്കുകയും അല്ലെങ്കിൽ കൃത്യമായ അന്താരാഷ്ട്ര വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ വിശ്വാസ്യതയുള്ള ഒരു മാധ്യമം തന്നെയാണ്. അപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? അവിടുത്തെ ട്രംപിൻ്റെ ഉപദേശകരോട് അവിടുത്തെ യുദ്ധത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ പറയുകയാണ്, ഇനി അധികകാലം നമ്മൾ ഈ പണി എടുത്താൽ നമുക്ക് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ്. അതായത് ട്രംപിൻ്റെ ലക്ഷ്യങ്ങൾ കേവലം വ്യോമാക്രമണത്തിലൂടെ മാത്രം നേടിയെടുക്കാൻ കഴിയില്ല. അതായത് ട്രംപിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ട്രംപ് യുദ്ധത്തിൽ ഓരോരോ കാര്യങ്ങൾ, ഓരോ സ്റ്റെപ്പുകൾ വെക്കുന്നത്. പക്ഷേ ആ യുദ്ധ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ട്രംപിൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ പൂവണിയാനായിട്ട് ഇതൊന്നും പോരാ. അതാണ് കൃത്യമായി അവിടെ പറയുന്നത്. അതുപോലെ തന്നെ സൈനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ വിജയം കൈവരിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇന്ന് മാത്രമല്ല, യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിന് മുന്നോടിയായിട്ട് എത്രയും പെട്ടെന്ന് അമേരിക്ക ഇറാനിൽ നിന്ന് പുറത്തു കടക്കണം, അതിനൊരു മാർഗം അനിവാര്യമാണ് എന്നാണ് ഡാൻ കെയ്ൻ പറയുന്നത്. ആരോടാണ് പറയുന്നത്? US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരോടാണ് കെയ്ൻ ഇപ്പോൾ സഹായം തേടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് രാവിലെ മുതൽ പല മാധ്യമങ്ങളിലും വാർത്തയായിട്ട് വന്നതാണ്. പക്ഷെ നമ്മൾ അതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അമേരിക്ക ഇറാനിലുള്ള യുദ്ധം നിർത്തിയിരിക്കുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഇവർ സഹായം തേടുന്നു, US-ന്റെ ഉന്നത ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നതിനൊക്കെ അപ്പുറം ഇതിനൊക്കെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അമേരിക്ക ഇറാനിലേക്കുള്ള ആക്രമണങ്ങൾ പരിപൂർണമായി നിർത്തിവെക്കുകയും ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ അനൗദ്യോഗികമായി നടപ്പാക്കുകയും ചെയ്യുകയാണ്. അമേരിക്കയുടെ ഗൾഫ് മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് കാര്യമായ പിന്മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നും അമേരിക്ക ഹോർമൂസ് പിടിച്ചെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പടക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പിന്തിരിയുന്നു എന്നുള്ള വാർത്തകൾ ഇതോടനുബന്ധിച്ച് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ഹോർമൂസിൽ ഒരു UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു കപ്പലിന് നേരെ ഇറാൻ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയെന്നാണ്. അപ്പോൾ അമേരിക്ക ഒരു വശത്ത് മിസൈലുകളുടെ വലിയ ക്ഷാമം നേരിടുന്നു, ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടികൾ താങ്ങാൻ നമുക്ക് കഴിയുന്നില്ല, എത്രയും പെട്ടെന്ന് ഈ യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കണം എന്നൊക്കെ പറയുന്നത് ചെറിയ ആളല്ല, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നാണ്. അപ്പോൾ അദ്ദേഹം ഈ യുദ്ധരംഗത്ത് ഇതിനു മുമ്പും നിരന്തരമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളാണ്, കോർഡിനേഷൻ നടത്തിയിട്ടുള്ള ആളാണ്, ട്രംപിന് ഉപദേശങ്ങൾ കൊടുത്തിട്ടുള്ള ആളാണ്, അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയാണ്, എത്രയും പെട്ടെന്ന് നമ്മൾ ഇറാനിൽ നിന്ന് പുറത്തു കടക്കണം, ഇല്ലെങ്കിൽ ഇത് വലിയ ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോകും. അതായത് ഇറാൻ യുദ്ധം എന്ന നിലയിലേക്ക് ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ തിരിച്ചടികൾ കിട്ടും. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, നമുക്കിപ്പോൾ ആവശ്യത്തിന് ആയുധങ്ങളില്ല. ആ വാക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ ലഭ്യമായ സൈനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയില്ല. മേഖലയിൽ മിസൈലുകളുടെ വലിയ ക്ഷാമം നേരിടുന്നുണ്ട്. നിർമ്മാണം വേഗത്തിലാക്കാൻ ആയുധ നിർമ്മാണ കമ്പനികൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനൊരു നിശ്ചിത സമയം വേണം. ആ സമയം വരെ കാത്തു നിൽക്കാൻ നമുക്ക് കഴിയില്ല, നമുക്ക് ശേഷിയില്ല. കാരണം ഇറാൻ ആണെങ്കിൽ എവിടെ നിന്നൊക്കെയോ അവർക്ക് ആയുധങ്ങൾ വരുന്നുണ്ട്, അവരത് വെച്ച് ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതെല്ലാം മേഖലയിൽ, അതായത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളടക്കം തകർക്കുന്നുണ്ട്, ഗൾഫ് മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അമേരിക്കൻ കേന്ദ്രങ്ങൾ മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് മേൽ ഇറാന് വലിയ നേട്ടം ഉണ്ടാകുകയാണ്. അല്ലെങ്കിൽ അമേരിക്കയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്കയെ കൂടുതൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറാന്
ഇറാന് സാഹചര്യങ്ങൾ കൂടുതൽ മുന്നിൽ വരികയാണ്. ഇറാൻ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കക്കാകട്ടെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഗൾഫ് മേഖലയിലൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം ലക്ഷ്യം കാണുന്നത്. ഇപ്പോൾ സൗദിക്ക് നേരെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹൂത്തികൾ ആക്രമണം നടത്തുന്നുണ്ട്, അത് വിജയിക്കുന്നുണ്ട്. അവരുടെ സൈനിക കേന്ദ്രങ്ങൾ തകരുന്നുണ്ട്, അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അമേരിക്കയ്ക്ക് ഒപ്പമുള്ളവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അമേരിക്കയ്ക്ക് ഒപ്പമുള്ളവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഗൾഫ് മേഖലയിൽ ആ രാജ്യങ്ങളുടെ മേൽ അമേരിക്കയുടെ മേൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസ്യത തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് പറയുന്നത് പോലെ തന്നെ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ വരെ പറയുകയാണ് യുദ്ധത്തിന് ഇനി നമ്മളുടെ പക്കൽ ആയുധങ്ങളില്ല എന്ന്. കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ അവിടുത്തെ രഹസ്യ വിവരങ്ങൾ ചോർത്തി അത് യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വന്നിരുന്നു. അതിന്റെ തൊട്ട് പിന്നാലെ ട്രൂത്ത് സോഷ്യൽ മീഡിയ വഴി ട്രംപ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ രഹസ്യം ആരാണോ ചോർത്തിയത് അവരെ ഇനി ദീർഘകാലത്തേക്ക് തടവിലിടാം, അല്ലെങ്കിൽ അന്വേഷണം നടത്തും, അവരിപ്പോൾ പിടികൂടും, തക്കതായ ശിക്ഷ കൊടുക്കും എന്നാ. മാത്രമല്ല അതിന്റെ താഴെ വന്ന് പറഞ്ഞു ഇത് വ്യാജ പ്രചാരണമാണ്, അങ്ങനെ ഒരു സംഭവമില്ല എന്ന് ട്രംപ് പറഞ്ഞതിന് ശേഷം ഇന്ന് വന്ന വാർത്തയാണ്. അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ആയുധങ്ങളില്ല. ഇനി ട്രംപ് ആരുടെ വായാണ് പൂട്ടാൻ പോകുന്നത്? ട്രംപിനെ സംബന്ധിച്ച് ഇനി ആരുടെ വായും പൂട്ടുക എന്നുള്ളത് സാധ്യമല്ല. അല്ലെങ്കിൽ തനിക്കെതിരെ വരുന്ന വാദങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ ദയനീയമായ സ്ഥിതി, ആയുധങ്ങളില്ലാത്ത അവസ്ഥ, പ്രതിരോധ സംവിധാനങ്ങൾ 80% തകർന്ന അവസ്ഥ, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നിസ്സഹകരണം, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നൊരു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന സാഹചര്യം, ഇതൊക്കെ ഒരു കെട്ടുകാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു കെട്ടുകഥയാണ്. ഞങ്ങൾ ഇപ്പോഴും ശക്തരാണ്, ഗൾഫ് രാജ്യങ്ങൾ ഞങ്ങളുമായിട്ട് വലിയ സ്നേഹത്തിലാണ് എന്നൊക്കെ ട്രംപിന് ഇനി പറയാനേ കഴിയൂ. അത് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ട്രംപ് ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇതൊക്കെ പറയിച്ചിട്ട്, ഈ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞാൻ പിന്മാറുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അമേരിക്കയ്ക്കെതിരായിട്ടൊരു വലിയ പ്രൊപ്പഗണ്ട വരുന്നുണ്ട്, അമേരിക്കയുടെ ചില ഉദ്യോഗസ്ഥർ വലിയ പ്രശ്നക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് എനിക്ക് അതുകൂടി മാനിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു യുദ്ധത്തിന് ഇടവേള എടുക്കുകയാണ് എന്ന നിലയിലേക്ക് ചിലപ്പോൾ ട്രംപ് അങ്ങനെ പറയാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട്, മുമ്പ് ഒരു തവണ യുദ്ധം നിർത്തിയപ്പോൾ ട്രംപ് പറഞ്ഞത് പാകിസ്ഥാൻ പറഞ്ഞതുകൊണ്ട്, അഭ്യർത്ഥിച്ചതുകൊണ്ട് ഞാൻ യുദ്ധം നിർത്തിയതെന്നാണ്. പാകിസ്ഥാൻ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ പാകിസ്ഥാൻ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇറാനെ തകർക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിട്ട് ട്രംപ് ഇങ്ങനെ നിൽക്കുക, ഇപ്പം ആക്രമിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ കഥകൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനെ ഇനി അമേരിക്ക ആക്രമിക്കില്ലെന്ന് പറഞ്ഞാൽ ആക്രമിക്കാനുള്ള ആയുധങ്ങളില്ല, ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആ തിരിച്ചടിയെ തടയാനുള്ള ആയുധങ്ങളില്ല. ഇത്രയും കാലം അതൊരു ആഭ്യന്തര രഹസ്യമായിരുന്നുവെങ്കിൽ ഇപ്പോഴത് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയിലെ ജനങ്ങൾ അത് ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഇനിയും ഇറാൻ ഏതെങ്കിലും തരത്തിൽ അവരുടെ ആക്രമണത്തിൻ്റെ തീവ്രത കുറയ്ക്കുകയോ അല്ലെങ്കിൽ അവരുടെ ശക്തി കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇറാൻ ഓരോ ദിവസവും പുതിയ പുതിയ ആയുധങ്ങൾ കൊണ്ടുവരികയാണ്, വലിയ തോതിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന വാർത്ത ഏതാണ്ട് 15,000 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മിസൈൽ ഇറാൻ പണിതുകൊണ്ടിരിക്കുകയാണെന്നാണ്. അമേരിക്കയിലേക്ക് ഏതാണ്ട് 5,000 കിലോമീറ്ററേ ഉള്ളൂ. ഇത് അമേരിക്കയിലേക്ക് നേരിട്ട് വിക്ഷേപിക്കാനുള്ള പണിയാണെന്ന് അറിയില്ല. അപ്പം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറാൻ കടക്കുമ്പോൾ അമേരിക്ക ഇപ്പുറത്ത് ആയുധങ്ങളില്ലാതെ നിൽക്കുന്നു, പ്രതിരോധ സംവിധാനങ്ങളില്ലാതെ നിൽക്കുന്നു. ഇനിയും ഇറാനുമായിട്ട് ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ അതിദയനീയമായ വിധത്തിൽ തിരിച്ചടി കിട്ടുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ട്രെൻഡാണ്. അതിൻ്റെ അർത്ഥം ഇറാൻ ആക്രമിക്കില്ല എന്നല്ല, ഇറാനിലേക്ക് അമേരിക്ക ആക്രമണം അവസാനിപ്പിക്കാൻ പോവുകയാണ്. പക്ഷെ അമേരിക്കയ്ക്കെതിരായ ആക്രമണം നിർത്തില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്, പ്രതികാരം തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോർമുസിൽ ഇപ്പോൾ ഒരു UAE കപ്പൽ കത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലേക്ക് ഇനി ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും അമേരിക്കയുടെ തോളത്ത് തൂങ്ങി ഇറാനെതിരെയൊക്കെ നീങ്ങാനാണ് നീക്കമെങ്കിൽ അവിടെ ശക്തമായിട്ട് ആക്രമണം നടത്തും എന്നുള്ളത് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഒരു സൂപ്പർ പവറായി നിൽക്കുകയും ഈ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ച ട്രംപ് ദയനീയ അവസ്ഥയിൽ നിന്ന് ഒടുവിൽ പിന്മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ. അതുപോലെ തന്നെ ഈ ഗൾഫ് മേഖലയെ ഞങ്ങൾ സംരക്ഷിക്കും, ഞങ്ങൾ അവർക്ക് സുരക്ഷിതം ഒരുക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ യുദ്ധം ആദ്യം തൊട്ടേ ട്രംപ് കൊണ്ടുവന്നത്. പക്ഷേ
ഈ യുദ്ധം ഇന്ന് 5.5 മാസം പിന്നിടുമ്പോൾ അടുത്ത മാസം ഇടക്കാല തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നെ അധികാരത്തിൽ വരണം എന്ന് പറയുമ്പോൾ അത് ട്രംപിന്റെ ഒരു വ്യാമോഹമാണ്. കാരണം ഈ പറയുന്ന കൂടെ കൂട്ടിയവരെയും ചങ്കും കരളുമായിട്ടിരുന്ന ഇസ്രായേലിനെ പോലും സുരക്ഷിതമാക്കാനോ അല്ലെങ്കിൽ സംരക്ഷിക്കാനോ കഴിയാത്ത ഈ ട്രംപ് ഇനിയൊരു പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് അവർ തന്നെ ചോദിക്കുന്നത്. പല സോഷ്യൽ മീഡിയയിലും അവിടുത്തെ പ്രതിഷേധങ്ങളാണ് വരുന്നത്. ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ ഞങ്ങൾക്ക് വേണ്ട, കാരണം ഞങ്ങൾ ഒട്ടും സുരക്ഷിതരല്ല എന്ന രീതിയിലാണ് പറയുന്നത്. ഈ ഗൾഫിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പോലും ട്രംപ് അവിടെ അടി നടക്കുമ്പോൾ ഓടി ഒളിച്ച് ബങ്കറിൽ കയറുകയാണ്. അങ്ങനെ ഒരു പ്രസിഡന്റ് എങ്ങനെയാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ വരിക? എന്തായാലും ഇപ്പൊ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ട്രംപ് പെടാപ്പാട് വിടുന്നത്. ഇനി യുദ്ധം രക്ഷിക്കുക എന്നുള്ളതിന്റെ അപ്പുറം തിരിച്ചടികൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഗൾഫിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നതിന് കാരണം ട്രംപാണ്, ഈ യുദ്ധമാണ്. ഈ അന്താരാഷ്ട്ര തലത്തിലുണ്ടായിരിക്കുന്ന ഇന്ധനക്ഷാമം അത് ഈ ട്രംപ് കാരണമാണ്, അല്ലെങ്കിൽ ഈ യുദ്ധം കാരണമാണ്. ഇപ്പോൾ ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നത് ട്രംപ് കാരണം. എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ചെന്ന് പതിക്കുന്നത് ട്രംപിന്റെ തലയിലാണ്. അപ്പോൾ ഇതിന്റെ മുഴുവൻ പഴി കേൾക്കുന്നതിനൊപ്പം തന്നെ ഇനി വരുന്ന നവംബറിൽ നടക്കാൻ പോകുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ഹിതപരിശോധന, അതിൽ ട്രംപിന് വോട്ട് നേടാൻ സാധിച്ചില്ലെങ്കിൽ ട്രംപ് ശരിക്കും പറഞ്ഞാൽ ധാർമ്മികമായി ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നുള്ള അവസ്ഥ വരും. ഒരുപക്ഷെ ട്രംപ് നിഷ്കാസിതനായേക്കാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അടുത്ത് വരുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കുക. ഇപ്പോൾ തനിക്കൊപ്പമുള്ളവരെ കൊണ്ട് ട്രംപ് തന്നെ പറയിപ്പിച്ച് ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ട്രംപ് പറയുന്നത് എപ്പോഴും ഇറാനെ തകർക്കും, ഇറാൻ ഇല്ലാതാക്കും, ഞങ്ങൾക്ക് അത്രയും ശക്തിയുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ അതേ ട്രംപ് തന്നെ ഞങ്ങളുടെ ആയുധങ്ങൾ മുഴുവൻ തീർന്നു, ഞങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് ഒരിക്കലും പറയില്ല. ഒന്നുകിൽ ഈ സ്റ്റാഫിനെ കൊണ്ട് പറയിച്ച് അതൊരു ചർച്ചയാക്കി, ഒരു പക്ഷേ എൻ്റെ ഉപദേശകരുടെ അപേക്ഷ മാനിച്ച് അല്ലെങ്കിൽ എൻ്റെ സൈന്യത്തിൻ്റെ അപേക്ഷ മാനിച്ച് ഞങ്ങൾ കുറച്ചു കാലത്തേക്ക് യുദ്ധം നിർത്തുകയാണെന്ന് പറഞ്ഞ് തലയൂരും. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത് ട്രംപ് പറയിച്ചതല്ല എങ്കിൽ അമേരിക്കൻ സൈന്യത്തിനുള്ളിൽ, അവിടുത്തെ ഭരണകൂടത്തിനുള്ളിൽ, ഭരണവ്യവസ്ഥയ്ക്കുള്ളിൽ ഗുരുതരമായ തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്, അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കൂട്ടത്തല്ല്. ട്രംപിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, പ്രതികൂലിക്കുന്ന ഒരു വിഭാഗം, സൈന്യത്തിൽ അങ്ങനെ ഒരു വിഭാഗം, ഇവർ തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒക്കെ ജയിക്കുന്നത് ആരാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടങ്ങളിലൊക്കെ ജയിക്കുന്നത് ഇറാൻ തന്നെയാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് അവർക്ക് ആൾനാശം ഉണ്ടായിട്ടുണ്ട്, അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, അവർക്ക് ഫിസിക്കലി ഒരുപാട് അസോൾട്ട് ഉണ്ടായിട്ടുണ്ട്, അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾക്കടക്കം നാശം. പക്ഷേ അത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ഇറാൻ അത്രയും വലിയ നാശനഷ്ടം ഉണ്ടായി എന്ന് അമേരിക്ക പറയുമ്പോഴും ഇറാൻ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് ഇറാൻ വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നു, ശക്തമായ രീതിയിൽ അമേരിക്കയെ പ്രതിരോധിക്കുന്നു, തിരിച്ചടി കൊടുക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അമേരിക്ക പറയുന്ന വെറും വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ വാദങ്ങൾ മുഴുവൻ പൊള്ളയാണ് എന്ന് ലോകം തിരിച്ചറിയുന്നു. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ഇറാനിൽ നിന്ന് ഓടുകയാണ്. ആയുധങ്ങൾ മുഴുവനും എടുത്തിട്ട് ഉള്ള ജീവനം കൊണ്ട് ഇറാനിൽ നിന്ന് ഓടിയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഒരൊറ്റ ദിവസം കൊണ്ട് യുദ്ധം ഫുൾ സ്റ്റോപ്പ് ഇടുന്ന അവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങളെത്തി. ഇനി ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് അമേരിക്ക ഇറങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതോടുകൂടി യുദ്ധം അവസാനിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. ഇറാൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച. അതെ, ഇറാനെ സംബന്ധിച്ച് ഇറാൻ തിരിച്ചടിക്കും, ഇനിയും തിരിച്ചടിക്കും. ഇറാൻ അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ലക്ഷ്യം വയ്ക്കാം, അമേരിക്കയുടെ നയതന്ത്ര ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴ്ത്താം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെയും അമേരിക്കയും തമ്മിൽ തെറ്റിക്കാനായി, അല്ലെങ്കിൽ ഈ അമേരിക്കയെ പശ്ചിമേഷ്യയിൽ നിന്ന് തുരത്താൻ വേണ്ടി ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ വിജയത്തിലേക്ക് പോകുന്നത് അതിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഇറാൻ പശ്ചിമേഷ്യയുടെ വിധി എഴുതുന്ന തരത്തിൽ കരുത്തുറ്റൊരു രാജ്യമായി മാറും, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇറാൻ സൂപ്പർ പവർ എന്ന നിലയിലേക്ക് അടയാളപ്പെടുത്തും. അമേരിക്കയുടെ ഇപ്പോഴത്തെ പതനം തെളിയിക്കുന്നത് അതുതന്നെയാണ്.